ഹായ് ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എൻ്റെ വീടൊക്കെ ക്ലീൻ ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കാണിക്കാൻ പോണേ. അപ്പോൾ ഇന്ന് എൻ്റെ തനക്കുട്ടനും കൂടെ ഉണ്ട് കേട്ടോ. തനക്കുട്ടൻ നേരത്തെ എണീറ്റു. അപ്പം വീഡിയോയിലോട്ട് പോകാം. ആദ്യം ഞാൻ ഡൈനിങ് ടേബിളാണ് കേട്ടോ വൃത്തിയാക്കിയിരുന്നത്. ഞാൻ എന്ന് ക്ലീനിങ് തുടങ്ങിയാൽ ഫസ്റ്റ് ഈ ഡൈനിങ് ടേബിളിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പോൾ അവിടെ ഇരുന്ന സാധനങ്ങളെല്ലാം വാരി മാറ്റി കേട്ടോ. എന്നിട്ട് ചെയറെല്ലാം ഒരു സൈഡിലോട്ട് നീക്കിയിടുകയാണ്. അപ്പോൾ എനിക്കിവിടെ തൂത്തിട്ട് തുടയ്ക്കുകയും വേണം. അപ്പോൾ അതുകൊണ്ട് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ എല്ലാം നീക്കി ആദ്യം ഇടുന്നത്. അപ്പോൾ തൂത്തിട്ട് വേഗം തുടയ്ക്കാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ അങ്ങനെ ഇടുന്നത്. പിന്നെ വീട് ക്ലീൻ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം ഞാൻ മുകളിലാണ് കേട്ടോ വച്ചിരിക്കുന്നത്. അപ്പോൾ അതെല്ലാം പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ തനക്കുട്ട ഇതെല്ലാം കണ്ടിട്ട് അവിടെയൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. ഞാൻ എന്തെങ്കിലും ജോലിയൊക്കെ ചെയ്തിട്ടിരിക്കുമ്പോൾ തനക്കുട്ടൻ ടി വി ഒക്കെ ഇട്ട് കൊടുക്കും. പക്ഷെ അവൾ ടി വി ഒന്നും കാണൂല കേട്ടോ. അവൾ എൻ്റെ കൂടെ തന്നെ കാണും. അവളപ്പോൾ അവിടെ നിന്ന് കളിച്ചുകൊണ്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ എൻ്റെ അടുത്ത് നിന്നിട്ട്. അവൾക്ക് ടി വി ഇട്ട് കൊടുത്താലും ഇഷ്ടപ്പെട്ട കാർട്ടൂണൊക്കെ ഇട്ട് കൊടുത്താലും അവൾ കുറച്ച് നേരം ഇരുന്ന് കാണും. എന്നിട്ട് അപ്പോഴപ്പോഴേ ഇടയ്ക്ക് അമ്മി അമ്മി എന്ന് പറഞ്ഞിട്ട് അവൾ ഇടയ്ക്കിടയ്ക്ക് എന്നെ വന്ന് നോക്കും കേട്ടോ. അവൾ അമ്മയെന്നല്ല എന്നെ അമ്മി അമ്മി എന്നാണ് കൂടുതലും വിളിക്കണത്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് അവൾ എന്നെ കാണാൻ വരും കേട്ടോ. അപ്പോൾ അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ അവളുടെ അടുത്താണ് ഓരോ കാര്യങ്ങൾ പറയണത്. അമ്മ ഇതിട്ട് കഴിവമ്മ എന്നൊക്കെ പറഞ്ഞാണ് അത് കൊണ്ടുവരണത്. അപ്പോൾ ഞാൻ പറഞ്ഞ മോളെ അത് തീർന്ന ബോട്ടിലാണെന്നൊക്കെ പറഞ്ഞിട്ട് പറയും ഇതൊന്നും എടുക്കല്ലേ തൊടല്ലേ എന്നൊക്കെയാണ് ഞാൻ അവളുടെ അടുത്ത് പറയണത് കേട്ടോ. അപ്പോൾ എൻ്റെ കൂടെ ഇന്നിങ്ങനെയൊക്കെ ചെയ്യാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അവളിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങനെ നിൽക്കുമ്പോൾ എനിക്ക് കൂടുതലും ജോലി ചെയ്യാനും പറ്റൂല കേട്ടോ പെട്ടെന്ന്. കാരണം അവൾ ഇത് വല്ലതും എടുക്കണോ എല്ലാം ഞാൻ ശ്രദ്ധിച്ചല്ലേ എനിക്ക് നിൽക്കണം. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ഇങ്ങനെ പെട്ടെന്ന് ചെയ്യാൻ പറ്റൂല. അവളെയും ശ്രദ്ധിക്കണം ഇതും ചെയ്യണം. അപ്പം കുറച്ച് സ്ലോ ആയിട്ട് എനിക്കെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ. ഈ ഗ്ലാസ് ഞാൻ ക്ലീൻ ചെയ്യണത് എന്ന് പറയുമ്പോൾ തനുക്കുട്ടി എന്ന് ബ്രഷ് ചെയ്യാൻ വന്നാൽ ഈ ഗ്ലാസ്സിൽ വെള്ളം എടുത്തൊഴിച്ച് കളിച്ചുകൊണ്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എപ്പോൾ ക്ലീൻ ചെയ്യാതാലും ഈ ഗ്ലാസ് കൂടെ ക്ലീൻ ചെയ്യും കേട്ടോ ഇടയ്ക്കിടയ്ക്ക്. അപ്പം തനുക്കുട്ടി എപ്പോഴും അതിൽ അഴുക്കാക്കി വെക്കും. അതാണ് ഞാൻ എപ്പോഴും ക്ലീൻ ചെയ്യണത്. പിന്നെ പെട്ടെന്ന് എവിടെ പോയാലും ഇവിടെ വന്ന് നിന്നാണ് ഞാൻ മിക്കവാറും ഒരുങ്ങാറുള്ളത്. അപ്പം എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടിരിക്കണമല്ലോ. അതുകൊണ്ടാണ് ഞാൻ ഇവിടെ വന്ന് ക്ലീൻ ആക്കി വെക്കണത്. പിന്നെ എനിക്ക് ചെടിയൊക്കെ നല്ല ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ആ മണി പ്ലാന്റൊക്കെ അവിടെ വെച്ചിരിക്കുന്നത്. പക്ഷെ അല്ലാത്ത ചെടി വെച്ച ഇടയ്ക്കൊക്കെ വെള്ളം വീത്തണമല്ലോ. ഇതാകുമ്പോൾ വെള്ളമൊന്നും വീത്തണ്ട. ബോട്ടിൽ വെള്ളം നിറച്ച് വെച്ചിരുന്ന് അത് വാടകയൊന്നുമില്ല, അത് നന്നായിട്ടിരിക്കുമല്ലോ. അപ്പം അതേപോലത്തെ ചെടികളൊക്കെ എനിക്ക് ഇഷ്ടമാണ് കേട്ടോ. മറ്റതൊക്കെ വെച്ചാൽ ഞാൻ ചെറുതായിട്ട് നോക്കിയില്ലെങ്കിൽ എല്ലാം വാടിപ്പോവല്ലോ. അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ അതേപോലത്തെ ഒന്നും വയ്ക്കാത്തത്. അടുത്ത് ഞാൻ ടേബിൾ ക്ലീൻ ചെയ്തിടാനാണ് പോയത്. ഈ ടേബിളിലിരുന്ന് ഞാൻ ഫുഡൊന്നും അധികം കഴിക്കാറില്ല. പക്ഷേ എപ്പോൾ ക്ലീൻ ചെയ്താലും ഈ ടേബിൾ കൂടെ ക്ലീൻ ചെയ്തിടും കേട്ടോ. തനുക്കുട്ടിയാണെങ്കിൽ ഓരോ സാധനം എടുത്തിട്ട് വരെയാണ് അമ്മ ഇത് വെച്ച് ചെയ്യാനൊക്കെ പറഞ്ഞാണ് തനുക്കുട്ടി ഓരോന്ന് വിധം കൊണ്ടുവരണത് കേട്ടോ. എന്ത് ചെയ്താലും അവളിങ്ങനെ എൻ്റെ കൂടെ ഉള്ളത് കൊണ്ട് എനിക്കധികം ടെൻഷനൊന്നുമില്ല കേട്ടോ. അല്ലെങ്കിൽ അവൾ എവിടെയെങ്കിലും മാറിയൊക്കെ ഇരുന്ന് ഇടയ്ക്കിടയ്ക്ക് പോയി നോക്കണമല്ലോ അവൾ എവിടെയെന്നൊക്കെ. പക്ഷെ ഇപ്പം അത് അങ്ങനെയൊന്നും നോക്കണ്ട. അവളിപ്പോൾ എൻ്റെ കൂടെ തന്നെ എന്ത് ചെയ്താലും അവളിങ്ങനെ എൻ്റെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് എനിക്ക് പേടിക്കാതെയൊക്കെ നിന്ന് ചെയ്യാം. പിന്നെ അവൾ വേറെ ഒരിടവും പോകില്ല. എപ്പോഴും എൻ്റെ അടുത്ത് തന്നെ ഞാൻ എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കണ്ടുകൊണ്ടൊക്കെ നിൽക്കും. എന്നിട്ട് ഞാൻ ചെയ്യും പോലെയൊക്കെ ചെയ്യാൻ വേണ്ടി അവൾ ശ്രമിക്കും. ഞാൻ ഇതെല്ലാം ചെയ്തിട്ട് ഇന്നപ്പോൾ തനുക്കുട്ടിയാണെങ്കിൽ ആ കപ്പിലുള്ള വെള്ളത്തിൽ കളിക്കുകയാണ് കേട്ടോ. തനുക്കുട്ടിക്ക് ഇങ്ങനെ വെള്ളമൊക്കെ കളിക്കാൻ കിട്ടിയ അവസരമൊന്നും അവൾ പാഴാക്കൂല കേട്ടോ. അവൾക്ക് ഇതേപോലെ വെള്ളം കളിക്കുന്നതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ കൊണ്ടുവച്ച ആ കപ്പിലുള്ള വെള്ളത്തിൽ കളിക്കുകയാണ് അവൾ. ഞാൻ ഈ ജോലിയെല്ലാം ചെയ്യുമ്പോൾ ഏട്ടൻ എന്നെ ചെറുതായിട്ടൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ ഏട്ടൻ ചായ ഇട്ട് തരാമെന്ന് പറയും. ഏട്ടൻ ചായയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ്. പാലെടുത്തിട്ട് ഫ്രിഡ്ജിൻ്റെ ഡോറൊന്നും അടയ്ക്കാതെ വെച്ചിരിക്കണം കേട്ടോ. ഞാൻ പോയി പിന്നെ ഫ്രിഡ്ജിൻ്റെ ഡോറൊക്കെ അടച്ചപ്പോൾ തനുക്കുട്ടി എൻ്റെ ബേക്കിൽ നിന്ന് തന്നെ ഇങ്ങനെ നടപ്പുണ്ട്. ഇവിടെ ഇരുന്നാണ് തനുക്കുട്ടൻ ഫുഡ് കഴിക്കണതും ടി വി കാണുന്നതും കളിക്കണതും പിന്നെ തനുക്കുട്ടിയുടെ ടോയ്സ് എല്ലാം വെച്ചിരിക്കണതും എല്ലാം ഈ സ്ഥലത്താണ് കേട്ടോ. ഈ ടീപ്പോയിലെല്ലാം തനുക്കുട്ട ഫുഡൊക്കെ കഴിച്ചിട്ട് കൊണ്ട് കൈയൊക്കെ വയ്ക്കും കേട്ടോ. അപ്പോൾ തനുക്കുട്ടൻ്റെ കൈയുടെ പാടായിരിക്കും ഇതിൽ ഫുൾ. അതാണ് ഞാൻ ഇതെല്ലാം ക്ലീൻ ചെയ്യണം. പിന്നെ അവളാണെങ്കിൽ ഇപ്പം സ്റ്റെപ്പിൻ്റെ അപ്പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇത് വെച്ചിട്ടുള്ളത് ഈ ടീപ്പോ. പക്ഷേ ഇവൾ അതിൽ പിടിച്ചിപ്പോൾ കയറി അപ്പുറത്ത് ഇറങ്ങിയൊക്കെ ചെയ്യും. അപ്പം അവളത് കയറി അവിടെ കൈയുടെ പാടൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. അതാണ് ഞാൻ ഈ ടീപ്പോയും കൂടെയൊക്കെ ക്ലീൻ ചെയ്തിടുന്നത്. ഇതെല്ലാം കഴിഞ്ഞ് തനുക്കുട്ടൻ്റെ ടോയ്സ് എല്ലാം വാരി വയ്ക്കാനാണ് കേട്ടോ പോയത്. ഈ ടോയ്സ് എല്ലാം തനുക്കുട്ടൻ രാവിലെ കളിക്കാൻ വേണ്ടി എടുത്തതാണ്. അപ്പോൾ ഇന്നലെ രാത്രിയൊക്കെ അവൾ കളിച്ചതൊക്കെ ഞാൻ രാത്രി തന്നെ ഒതുക്കിയിട്ടാണ് ഇന്ന് കിടന്നുറങ്ങാറുള്ളത് കേട്ടോ. അപ്പോൾ ഇത് ഇന്ന് രാവിലെ അവളെടുത്ത് കളിക്കുകയാണ്. കൈസ് ഇതെല്ലാം ഞാൻ ഇങ്ങനെ ഒതുക്കി വെച്ചാലും കുറച്ച് കഴിയുമ്പോൾ അവളെല്ലാം വാരി വലിച്ചിടും. അപ്പം തൂക്കമുള്ള എളുപ്പത്തിനാണ് ഞാൻ ഇതെല്ലാം വാരി വെക്കണതെങ്കിലും കുറച്ച് കഴിയുമ്പോൾ തനുക്കുട്ട ഇതെല്ലാം എടുത്ത് ഇവിടെ എല്ലാം ഇടും കേട്ടോ. എങ്കിലും ഓരോ സൈഡിൽ നിന്ന് ഇങ്ങനെ ഒതുക്കി വരാമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ എല്ലാം ഇങ്ങനെ എടുത്ത് വാരി ഒതുക്കിയൊക്കെ പോണത്. ഗൈസ് അടുത്ത് ഞാൻ കിച്ചണിലോട്ടാണ് പോയത്. ഇപ്പോൾ കിച്ചണിലിവിടെ സ്റ്റൗവൊക്കെ കഴുകിയൊക്കെ വയ്ക്കാമെന്ന് കരുതി അങ്ങനെ സ്റ്റൗവൊക്കെ കഴുകി വയ്ക്കുകയാണ്. ഗൈസ് ഇതൊക്കെ ഓൾറെഡി ക്ലീൻ ആയിട്ടാണ് ഇരിക്കുന്നത്. അപ്പം ഇവിടെയൊന്നും അത്ര വൃത്തിയാക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ ആഴ്ചയിൽ ഒരു ദിവസം ഞാൻ ക്ലീൻ ചെയ്യും. അപ്പോഴും
ഞാൻ ക്ലീൻ ചെയ്യണതേ ഉള്ളൂ. അല്ലാതെ ഞാൻ ഇവിടെ നിന്ന് എപ്പോൾ ജോലി ചെയ്താലും എല്ലാം ചെയ്ത് തീരുമ്പോൾ എല്ലാം തുടച്ചൊക്കെ വെച്ചിട്ടാണ് പോകാറ്. അപ്പം ക്ലീൻ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എങ്കിലും ഞാൻ എല്ലായിടവും ക്ലീൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ചെയ്തെന്നേ ഉള്ളൂ. എന്നിട്ടെല്ലാം കഴുകിയൊക്കെ വെച്ച് അവിടെ നിന്ന് നേരെ പോണത്. പിന്നെ ഞാൻ പോയത് ബാത്റൂമൊക്കെ ക്ലീൻ ചെയ്യാനാണ് ഏട്ടാ. ഇത് താഴത്തെ റൂമിലുള്ള ബാത്റൂമാണ്. പിന്നെ ബാത്റൂമും ക്ലീൻ ചെയ്ത് അടുത്ത് ഞാൻ മുകളിലോട്ടാണ് പോണത്. മുകളിലത്തെ റൂമും പിന്നെ ബാത്റൂമും എല്ലാം ക്ലീൻ ചെയ്തിട്ടാന്ന് കരുതി മുകളിലോട്ട് പോയാണ്. ഗൈസ്, ഇവിടെ ഞാനും തനുക്കുട്ടി ഏട്ടനും മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ മുകളിലത്തെ ബാത്റൂമും ബെഡ്റൂമും ഒന്നും യൂസ് ചെയ്യാറില്ല. പക്ഷേ ഞാൻ എപ്പോൾ ചെയ്താലും മുകളിലത്തെ ബെഡ്റൂമും എല്ലാം ഞാൻ ക്ലീൻ ചെയ്ത് ഇടാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ അവിടുത്തെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി വിരിക്കാറൊക്കെ ഉണ്ട് ഏട്ടാ. ഗൈസ്, തനുക്കുട്ട താഴെ നിന്നതാണ്. തനുക്കുട്ടനെ കാണാതെയാണ് ഞാൻ മുകളിൽ കയറി വന്നത്. അവളെ നോക്കി ജോലി ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് തനുക്കുട്ടനെ താഴെ വിട്ടിട്ടാണ് വന്നത്. പക്ഷേ തനുക്കുട്ടൻ എന്നെ കാണാത്തത് കൊണ്ട് മുകളിൽ കയറി വന്നു ഏട്ടാ. അവളെ മാമൻ വന്നപ്പോഴത്തേക്ക് അപ്പം മാമനെ വിളിച്ചും കൊണ്ട് അമ്മ അങ്ങ് മുകളിൽ നിൽക്കണമെന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ കാണാൻ വന്നിട്ട് അവൾ എന്ത് ചെയ്താലും ഇതേപോലെ വന്ന് നോക്കിയിട്ട് നിൽക്കും കേട്ടാ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നൊക്കെ. അപ്പോഴേക്കും എൻ്റെ അനിയനും തിരിച്ച് വീട്ടിൽ പോയി. പിന്നെ ഞാൻ ഇവിടെ ഉള്ള തുണികളെല്ലാം വാരി മാറ്റിയാണ്. ഇവിടെ ഉള്ള തുണികളെല്ലാം ഇപ്പോൾ വാരി മാറ്റി കഴിഞ്ഞാൽ പിന്നെ തുടയ്ക്കാനൊക്കെ എളുപ്പമാണ്. അപ്പോൾ തനുക്കുട്ടനാണെങ്കിൽ എപ്പോൾ തുണിയിട്ടാലും അത് തുണിയുടെ പുറത്ത് ഇങ്ങനെ കയറി കിടക്കും കേട്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ തുണിയുടെ പുറത്ത് കിടന്ന് കളിക്കാൻ. പിന്നെ ഞാൻ ഏട്ടനെ അടുത്ത് പറയാണ്, ഏട്ടാ ഈ തുണിയുടെ ഒരു സൈഡ് പിടിച്ചതാ അവിടെ എടുത്ത് വയ്ക്കാം എന്ന് പറയണം. അപ്പോൾ ഏട്ടൻ കൂടെ എന്നെ ഹെൽപ്പ് ചെയ്ത് ഏട്ടാ. പിന്നെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ താഴോട്ട് പോയി ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചിട്ട് അടുത്ത് വീണ്ടും ജോലിയൊക്കെ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഗൈസ്, അടുത്ത എൻ്റെ പണിയെന്ന് പറഞ്ഞാൽ ബെഡ്ഷീറ്റ് മാറ്റി വിരിക്കുന്നതാണ്. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് മാറ്റി വിരിക്കാറുണ്ട് ഏട്ടാ. ഈ ആഴ്ചയിൽ ഒരു ദിവസമല്ല, ഇടയ്ക്കിടയ്ക്ക് ഞാൻ മാറ്റി വിരിക്കാറുണ്ട്. ഇവിടെ ബെഡ്ഷീറ്റ് വിരിക്കാൻ കുറച്ച് പാടാണ് ഏട്ടാ. അപ്പോൾ തനുക്കുട്ടി വീഴാതിരിക്കാനാണ് ഇത് വെച്ചിട്ടുള്ള സൈഡിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ വിരിക്കാൻ കുറച്ച് പാടാണ്. അപ്പം ഞാൻ എപ്പോൾ വിരിച്ചാലും ഈ ബെഡ്ഷീറ്റെല്ലാം ആദ്യം ഒന്ന് വിരിച്ചിട്ട് ഇതിൻ്റെ സൈഡിലെല്ലാം പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാറുണ്ട്. കാരണം തനുക്കുട്ടി അല്ലെങ്കിൽ ഇതിൽ നിന്ന് കളിക്കുമ്പം ബെഡ്ഷീറ്റെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങിപ്പോവല്ല. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും ഇത് വിരിച്ചിട്ട് സൈഡിലൊക്കെ പിന്നൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വയ്ക്കാറുള്ളത്. അപ്പോൾ തനുക്കുട്ടിയുടെ ദേഹത്തൊന്നും പിന്ന് കൊള്ളില്ല. ഞാൻ ഇങ്ങനെ ഇതിൻ്റെ ഇടയിലോട്ടാണ് പിന്നൊക്കെ വയ്ക്കാറുള്ളത്. അപ്പം തനുക്കുട്ടിയുടെ ദേഹത്തൊന്നും കൊള്ളാത്ത രീതിയിൽ പിന്നൊക്കെ വയ്ക്കും കേട്ടാ. സാധാരണ ഒരു ബെഡ്ഷീറ്റ് വിരിക്കാൻ ഒരു 5 മിനിറ്റ് എടുക്കുമെങ്കിൽ പക്ഷേ ഇതിനൊരു 15 മിനിറ്റ് എങ്കിലും എടുക്കും കേട്ടാ. നല്ല പാടാണ് ഇത് വിരിക്കാൻ. ഗൈസ്, ഇതിനിടയ്ക്ക് തനുക്കുട്ടി ഓടിപ്പോയി വീണ ഏട്ടാ. പിന്നെ അമ്മ എന്ന് കിടന്ന് വിളിച്ച് പിന്നെ ഞാൻ തനുക്കുട്ടിയെ എടുത്തിട്ട് കട്ടിലിൽ വിട്ടേട്ടാ. അവൾ എന്നെ കാണാൻ വരും, TV കാണും, അങ്ങനെ ഓടി കളിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതെല്ലാം കഴിഞ്ഞപ്പം തന്നെ ഒരു 11 മണിയൊക്കെ കഴിഞ്ഞേട്ടാ. അപ്പോൾ തനുക്കുട്ടന് കുറച്ച് ഉറക്കമൊക്കെ വന്ന് തുടങ്ങി. അപ്പോൾ തനുക്കുട്ടനെ ഇനി കുളിപ്പിക്കണം. തനുക്കുട്ട ഉറങ്ങിയതിന് ശേഷം ഇനി വീടെല്ലാം തൂത്ത് തുടയ്ക്കാമെന്ന് കരുതി. അപ്പം തൂക്കുമ്പോഴും തുടയ്ക്കുമ്പോഴും തനുക്കുട്ടിയെ വിട്ടിട്ടൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. തുടയ്ക്കുമ്പോൾ വെള്ളം ഉള്ളതുകൊണ്ട് തനുക്കുട്ടി ചറുക്കിയൊക്കെ വീഴും. തനുക്കുട്ടിയുടെ അടുത്ത് ഒരിടത്ത് ഇരിക്കാൻ പറഞ്ഞാൽ അവൾ ഇരിക്കൂല. അതുകൊണ്ട് തനുക്കുട്ടി ഉറങ്ങിയതിന് ശേഷം ബാക്കി പണിയെല്ലാം ചെയ്യാമെന്ന് കരുതി. അപ്പോൾ തനുക്കുട്ടി അടുത്ത് കുളിപ്പിക്കാനാണ് ഞാൻ പോയത്. തനുക്കുട്ടൻ കുളിപ്പിച്ചപ്പോഴത്തേക്കും തനുക്കുട്ടൻ പോയി കിടന്നുറങ്ങി. ഗൈസ്, എന്നിട്ട് ഞാൻ വീടെല്ലാം തുടച്ചിട്ട് കേട്ടോ. അപ്പോൾ അത്രേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.